പെട്ടെന്ന് തോന്നിയ ഒരു ആഗ്രഹമാണ്. ഞാൻ പേഴ്സണലി ഭയങ്കര ഒരു ഇഡ്ഡലി ഫാനാണ്. അപ്പൊ അതിന്റെ ബേസിസിൽ ഞങ്ങളൊരു 5 ഫ്രണ്ട്സ് ചേർന്ന് പെട്ടെന്ന് തുടങ്ങിയതാണ്. ഞങ്ങൾ ആരും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത 5 പയ്യന്മാരാ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിൽക്കുന്ന സ്ഥലം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. ഇവിടെ തൊട്ടടുത്തായിട്ട് നല്ല ചൂട് ഇഡലിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം. സാധാരണ വീഡിയോയിൽ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തണം, പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള ഒരാളാണ് ഈ ഇഡലിക്കട നടത്തുന്നത്. മറ്റാരുമല്ല, ഉടൻ പണം എന്ന് പറയുന്ന പരിപാടിയുടെ അവതാരകനായിട്ടുള്ള വെങ്കിയാണ്. വെങ്കടേഷിൻ്റെ കടയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഇത് ഭയങ്കര കുട്ടി ഇഡലിയാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവും. ഇത് ഫ്രൈഡ് ഇഡലി ആയിട്ടാണ് കൊടുക്കുക അല്ലേ? ഓക്കെ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഓരോ ഇഡലിക്കും ഓരോ ഷേപ്പാണ് അല്ലേ? ഇത് ഇതാ നോക്ക്, സോയാബീൻ കൊണ്ടുള്ള ഇഡലിയാണ് കേട്ടോ. അപ്പോൾ അത് ഇഡലി മാവ് ഒഴിച്ചു, എന്നിട്ട് അതിൻ്റെ ഇടയിൽ സോയ വേവിച്ചത് അതിനകത്ത് ഫില്ല് ചെയ്യും. ഇനി വീണ്ടും അതിൻ്റെ പുറത്ത് മാവ് ഒഴിച്ചിട്ടാണ് വെക്കുക. ഒരു വെറൈറ്റി ഇഡലി അല്ലേ? ഞങ്ങൾ അവതാരകനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ നല്ല ഷെഫായിട്ട് ഇവിടെ നിന്ന് എന്നിട്ട് ഇപ്പൊ ഹാപ്പിയാണ്. പിന്നെ അടിപൊളിയാണ്. ഞാൻ നിങ്ങളോട് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. അതെ. പുതിയ ചെറുപ്പക്കാരി മേഖലയിലേക്ക് വരുമ്പോഴേ എന്ത് പറയും? വന്നോളാൻ പറയും, ധൈര്യമായിട്ട് വന്നോളാൻ പറയും. പക്ഷെ ഒരുപാട് പ്ലാൻ ചെയ്യാൻ നിൽക്കല്ലെന്നേ പറയുള്ളൂ. കാരണം ഞങ്ങളിത് 1 മാസം പ്ലാൻ ചെയ്ത് തുടങ്ങിയ സാധനമാണ്. നമ്മളിപ്പോ ഒരുപാട് പ്ലാൻ ചെയ്യുമ്പം നമ്മളിത് മാറ്റും, വേറെ ഐഡിയ എടുക്കും. എന്തെങ്കിലും ഒരു ഐഡിയ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഫുഡ് കൊള്ളാമെങ്കിൽ ചേച്ചി ആൾക്കാർ വരും. ആളുകള് എല്ലാരും നല്ല അഭിപ്രായമാണ്. പലർക്കും സോയ ഇഡ്ഡലി ഭയങ്കര വർക്കാണ്, ചിലർക്ക് പൊടി ഇഡ്ഡലി ഭയങ്കര വർക്കാണ്. ഇവിടെ സോയ ഇഡ്ഡലി ഉണ്ട്, ബട്ടർ തട്ടുണ്ട്, പൊടി ഇഡ്ഡലി ഉണ്ട്, രസം ഇഡ്ഡലി ഉണ്ട്, പിന്നെ ദം ഇഡ്ഡലി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഗീപ്പൊടി ഹാർട്ട് ഇഡ്ഡലി ഉണ്ട്. ദം ഇഡ്ഡലി ഞാൻ റീസെന്റ് നമ്മൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. വേറൊരു സംഭവം ഉണ്ട്, ചിരട്ട ഇഡ്ഡലി ഉണ്ട്. പക്ഷെ അത് ഇതുവരെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തു. പക്ഷെ എന്ന് വെച്ചാൽ ഒരു 25 മിനിറ്റ് അത് ഭയങ്കര ടൈം പ്രോസസ്സിംഗ്. അപ്പൊ നമുക്ക് ഈ അയ്യപ്പ സീസണിൽ നമുക്ക് അത് ഒട്ടും പോസിബിൾ അല്ല. ഇത് ഞങ്ങൾ മേക്ക് ചെയ്ത് ഞങ്ങളെ ഫോട്ടോ അതായത്. അപ്പം ഈ അയ്യപ്പ സീസൺ കഴിഞ്ഞ ഉടനെ ചിരട്ട ഇഡ്ഡലി ഉണ്ടാവും. വൈകിട്ട് ഒരു 7 തൊട്ട് ഒരു 10-10:15 വരെ മാക്സിമം തീരും. ഞങ്ങളൊരു 36 ദിവസമാവും. സിനിമ വിശേഷം അടിപൊളി. ഞാനൊരു തെലുങ്ക് പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിജയ് ദേവരക്കൊണ്ട പുള്ളിയുടെ പടം. അപ്പൊ അതിന്റെ സ്കെഡ്യൂളായിട്ട് ഇനി ഞാൻ ജാൻ ലാസ്റ്റ് ആകുമ്പോൾ പോകും. അപ്പൊ എന്താ അതെ, താങ്ക് യു, വന്നതിൽ ഭയങ്കര സന്തോഷം. ഇതാണ് സുട ഇഡലി. അപ്പോൾ ഇതെൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഇഡലിയുടെ ഒരുപാട് വെറൈറ്റി ഒക്കെ നമ്മൾ പലയിടത്തും മധുരയിലൊക്കെ പോയപ്പോൾ കണ്ടു. പക്ഷേ ഇത് ഇങ്ങനൊരു സാധനം ഒരിടത്തും കണ്ടിട്ടുണ്ടാവില്ലേ. ഇത് സോയ ഇഡലി. നോക്കി കണ്ട, നമ്മളെ സോയാബീൻ അല്ലേ, അത് വേവിച്ച് ഇതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇഡലിയുടെ ഉള്ളിൽ സോയ കിട്ടും. എന്നൊക്കെ വെറൈറ്റി ഇഡലികളല്ലേ. സാധാരണ പുഴുങ്ങണ ഒരു ഇഡലി മാത്രമാണ് എനിക്ക് പരിചയം ഉണ്ടായുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ വീഡിയോ എടുക്കാൻ യൂട്യൂബറൊക്കെ ആയതിനു ശേഷമാണ് ഈ തമിഴ്നാട്ടിൽ പോയിട്ട് കുറച്ച് വെറൈറ്റി ഇഡലി, രാമശ്ശേരി പോയപ്പോൾ രാമശ്ശേരി ഇഡലി, ഇവിടെ വന്നപ്പോൾ 5-6 വെറൈറ്റി ഇഡലികൾ. അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ ഇന്ന് നമുക്ക് കാണട്ടെ. ഞാൻ തരും ഒന്ന് കഴിച്ചോട്ടെ. ഭയങ്കര ചൂടാണ്. ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്, ഈ സോയ കൂടാതെ തന്നെ. ഇവിടുത്തെ സാമ്പാർ ഭയങ്കര സ്വാദാണേ. ഞാനിത് കഴിച്ചപ്പോൾ തന്നെ ആദ്യം സാമ്പാർ വെച്ച ആളിനൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാന്ന്. ഇത് കൊള്ളാം. കാരണം ഇഡലി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് ഇതുപോലെ കുറച്ച് സോയ ചങ്ക്സ് വേവിച്ചിട്ട് അതിന് മസാലയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഇഡലീൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്താൽ അവർ കഴിച്ചോളും. നല്ല ഇഷ്ടപ്പെടും. വേറെ കറിയൊന്നും വേണമെന്നില്ല. അടിപൊളി. ഇനി നമുക്ക് പൊടി ഇഡലിയും പിന്നെ ഇവിടുത്തെ ദം ഇഡലി അങ്ങനത്തെയൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ കഴിച്ചു നോക്കാനുണ്ട്. നമ്മൾ നേരത്തെ കുഞ്ഞു ഇഡലി കാണിച്ചു തന്നില്ലേ, അതാണിത്. അതിനെങ്ങനെ നെയ്യും പിന്നെ പൊടിയും കൂടെ ചേർത്തിട്ട് ഫ്രൈ ആക്കി തരും. ഭയങ്കര സ്വാദാണ്. ഇവിടുത്തെ സാമ്പാറും ചട്നിയൊക്കെ നല്ല രസമുണ്ട്. കുഞ്ഞു പിള്ളേർക്കൊക്കെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇഡലി കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതുപോലെ ഒരെണ്ണം മേടിച്ചു കൊടുത്താൽ 12 എണ്ണത്തിൻ്റെ ആണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് സാമ്പാറും തേങ്ങാ ചമ്മന്തി
പിന്നെ മുളക് ചമ്മന്തി, ഇങ്ങനെ 3 തരം ചമ്മന്തിയുണ്ട്. പക്ഷെ ഇതൊന്നും വേണമെന്നില്ല, ഇത് കഴിക്കാൻ തന്നെ എന്നാ സ്വാദാണോ, കറികളൊന്നും ഇല്ലാതെ തന്നെ. കേട്ടിട്ടുണ്ടോ ദം ഇഡലി? ഇത് അവര് ദം ഇഡ്ഡലി എന്നാ ഇതിനെ വിളിക്കുന്നത്. എന്തുകൊണ്ട് ഇതിനെ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് പറഞ്ഞൂടാ. ഞാൻ അവിടെ ഷൂട്ടിന് പോയ സമയത്ത് ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്ത് എനിക്ക് ഇത് മതി, ഇതാകുമ്പം ഈസിലി കൊണ്ട് നടന്ന് കഴിക്കാം. ദം ഇഡ്ഡലി കഴിച്ചു നോക്ക്, 2 പേർക്കുള്ളതുണ്ട്, നിങ്ങൾ 2 പേരും കഴിച്ചു നോക്കിട്ട് പറ. ഇതാണ് ദം ഇഡലി. നമ്മൾ ദം ബിരിയാണി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ദം ഇഡലി, ഇഡലി മാത്രമല്ല, അതിനകത്ത് ഉഴുന്നുവടയും ഇഡലിയും സാമ്പാറും പൊടിയും നെയ്യും സവാളയും എല്ലാം കൂടി ചേരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിത് വെങ്കി സ്പെഷ്യൽ എന്ന് പറയണം. കാരണം പുള്ളി ഒരു ഷൂട്ടിന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തെലുങ്ക് സിനിമയുടെ സെറ്റിൽ നിന്ന് കണ്ടിട്ട് അവിടെ നിന്ന് അത് പഠിച്ചിട്ട് വന്നതാണ്. വെറൈറ്റി, ഭയങ്കര വെറൈറ്റി. നമ്മൾ പല കടയിലും ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോഴേ നമ്മളെപ്പോഴും കുറേ പ്രായമായവരെയും ഒരുപാട് വർഷം എത്തിയ കടകളൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിക്കും, നിങ്ങളുടെ ആരെങ്കിലും മക്കൾ ഈ ഫീൽഡിലേക്ക് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എല്ലാവരും പറയുന്ന ഉത്തരം ആരുമില്ല, ഇവരോട് കൂടി അതൊക്കെ അവസാനിക്കും എന്നാണ്. പക്ഷേ ഇതുപോലെ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ നല്ല രുചി വിളമ്പുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, അപ്പം അഭിമാനം തോന്നിയിട്ടോ. കാരണം അവരും 5 പേരും നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുൻപരിചയവും ഇല്ല, ഒന്നും അറിയാത്തവരാണ്. പക്ഷേ കിടിലൻ രുചിയാണ്, വേറെ പുറമേ നിന്ന് ആളെ വെച്ചിട്ടല്ല ചെയ്യുന്നത്, ഈ കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ ഇനിയും ഒരുപാട് പേര് മുന്നോട്ടേക്ക് വരട്ടെ. നമുക്ക് പറ്റുന്ന ഒരു സപ്പോർട്ടുമായിട്ട് നമ്മളും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ശരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് നമ്മൾ ആ കോട്ടവാതിൽ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വാക്സ് മ്യൂസിയം, ഏറ്റവും എളുപ്പം അതാണ്. വാക്സ് മ്യൂസിയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ കിഴക്കേക്കോട്ടയിൽ വന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവരുടെ തട്ടിരിക്കുന്നത്. സുഡ് സുഡ ഇഡലി എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. വെങ്കി ഉൾപ്പെടെയുള്ള ഇവരെല്ലാവരും എല്ലാ ദിവസവും ഇവിടെ കാണും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.